ട്രംപിന്റെ അസ്ഥിരത കളിയാക്കാണ് ജിമ്മി. കളിയാക്കലാണ് ജിമ്മിയുടെ പ്രധാന ജോലി. സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെയാണല്ലോ. അത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമ്പൂർണ്ണ വിനാശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെ തെരുവിലിറങ്ങൂ, ഈ ഭരണകൂടത്തെ താഴെ ഇറങ്ങൂ എന്ന് പറഞ്ഞ ട്രംപ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറാനെ സമ്പൂർണ്ണം നശിപ്പിക്കാൻ പോവുക എന്നാണ് മുന്നറിയിപ്പ്. ജോസഫാണ് നോക്കി എപ്സ്റ്റീൻ തിയറി. ഇപ്പോൾ ജിമ്മി പറഞ്ഞ എപ്സ്റ്റീൻ തിയറി ആദ്യം മുതൽ തന്നെ കേൾക്കുന്നുണ്ട്. പലതും ലോജിക്കലായി തോന്നുകയും ചെയ്തിരുന്നു. ആ DOJ വെബ്സൈറ്റിൽ കയറി കുറച്ചൊന്ന് വായിച്ചു നോക്കിയതാണ്. നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഈവലുണ്ടല്ലോ, ഒരു തിന്മ, അതിൻ്റെ അപ്പുറമാണ്. ഞാൻ വായന നിർത്തി. ഇന്നലെ പുറത്തു വന്ന ഫയലുകളിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയോടെ ഈ ട്രംപ് കാട്ടിക്കൂട്ടിയ സെക്ഷൽ വൈകൃതങ്ങൾ, വൃത്തികേടുകളുടെ മൊഴിയാണത്. ആ എപ്സ്റ്റീൻ തിയറി ജിമ്മി അടക്കം സംശയിച്ച് ശരിയാണെങ്കിൽ അമേരിക്കൻ സൈനികരുടെ കുറേ ശവപ്പെട്ടികൾ വീടുകളിലേക്ക് എത്തിയാലും വേണ്ടില്ല, കരയുദ്ധമടക്കം യുദ്ധം നീട്ടൽ ട്രംപിൻ്റെയും രാഷ്ട്രീയ ആവശ്യമാണ്. ജോസഫ് ആന്റണി. ഈ ജർമ്മൻ യുദ്ധതന്ത്രജ്ഞനായിട്ടുള്ള ഒരാളുണ്ട്, കാൾ വോൺ ക്ലോസ്വിറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ യുദ്ധത്തെക്കുറിച്ച് പറയും, വാർ ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ അതർ മീൻസ് എന്ന് പറയും. യുദ്ധം എന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നാണ്, മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിവിടെ കാണുന്നതും അതുതന്നെയാണ്. വളരെയധികം പ്രതിസന്ധി ആഭ്യന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ. ഇവിടെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം വിമർശനങ്ങൾ, വളരെയധികം ആളുകളുടെ എതിർപ്പുകൾ, വളരെയധികം ചോദ്യങ്ങൾ ഈ ട്രംപിൻ്റെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ അദ്ദേഹം തുടങ്ങി വെച്ച താരിഫിൻ്റെ ഫലമായിട്ട് ജനജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കുന്നു. അതിനോടൊപ്പം ആഗോളതലത്തിൽ ഈ AI ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ, കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 90,000 തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്ന് വന്നിരിക്കുന്നു. അതായത് അമേരിക്കയിലെ ജനത വളരെയധികം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യത്തിൽ ട്രംപ് നേരിടുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനും നവംബർ മാസം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ രക്ഷിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് പുറമേ തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതല്ല വാസ്തവത്തിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്ക വർഷങ്ങളായി തുടർന്നു വരുന്ന, പ്രത്യേകിച്ച് രണ്ടാം ലോകം ആയതിനു ശേഷം മുതൽ തുടർന്നു വരുന്ന ഒരു വിദേശ നയമുണ്ട്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് സാമ്രാജ്യത്വത്തിൽ അധിഷ്ഠിതമായ വിദേശ നയമാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുക, ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. അതിന് ഈ അടുത്ത കാലത്തൊരു മങ്ങലേറ്റിട്ടുണ്ട് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണം. പക്ഷേ ഈ ദുർബലമായി കൊണ്ടിരിക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തെ പിടിച്ചു നിർത്താനും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ, അവരുടെ ജൂനിയർ പാർട്ട്ണറായിട്ടുള്ള പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണമായ ആധിപത്യം, ഈ പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന് ഏൽപ്പിച്ചു കൊടുക്കാനും സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാനും അതിനെ എതിരായിട്ട് നിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ യുദ്ധമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇവിടെ കാണേണ്ട കാര്യം, ഇവിടെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു അസമമായ യുദ്ധമാണ്. ഇതൊരു ദാവീദും ഗോലിയാത്തും തമ്മിൽ നടക്കുന്ന യുദ്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്കറിയാം ഈ അവസാനത്തെ ഘട്ടത്തിൽ ഈ ദാവീദായിരിക്കും, അതായത് ഈ ആയുധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ദാവീദായിരിക്കും ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് അന്തർദേശീയ സമൂഹം പൊതുവിൽ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടൊരു ഒരു അനാലിസിസ് കേട്ടത് $6 ബില്യൺ ഒരു ദിവസം അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. $6 ബില്യൺ. ഈ $6 ബില്യൺ ആരുടെയാണ്? ഈ $6 ബില്യൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ടാക്സ് പേയേഴ്സിൻ്റെ പണമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ നിരന്തരം എത്ര ദിവസം യുദ്ധങ്ങൾ നടക്കുമ്പോൾ എന്തായിരിക്കും ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം. 2003 ഇറാഖ് യുദ്ധം നടന്നപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ് പറഞ്ഞു, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങിയത് ഇറാഖിൽ ഈ അമേരിക്ക നടത്തിയ ആക്രമണം മുതലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു അസമമായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഗാങ്സ്റ്റേഴ്സ് ഡിലമ എന്ന് പറയുന്നൊരു ഡിലമയുണ്ട്. അതായത് വലിയ കരുത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. ആ കരുത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മുൻപിൻ നോക്കാതെ ആക്രമണത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ മുൻപിൽ നോക്കാതെ ആക്രമണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗോലിയാത്തിന് പറ്റിയതുപോലെ ഒരു സംഭവം ഉണ്ടാകും. കാരണം അവർ അവരുടെ വിവേചന ബുദ്ധി പ്രവർത്തിക്കില്ല. വിവേചന ബുദ്ധി പ്രവർത്തിക്കാത്തതുകൊണ്ട് അവർ അറിയാത്ത ആപത്തുകളിലേക്ക് ചെന്ന് കയറും. അങ്ങനെ ആപത്തുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ അവർക്ക് അപകടമുണ്ടാകും. നമുക്കെല്ലാവർക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2003 ഇറാഖിൽ ചെന്ന് കയറി. എന്ത് സംഭവിച്ചു? ഇറാഖിന് അമേരിക്കയ്ക്ക് സാമ്പത്തികവും
ക്ഷതവും രാഷ്ട്രീയവും അഭിമാനത്തിൻ്റെ ക്ഷതവും ഉണ്ടായത് പുറമെ ലോകത്തെ ഏറ്റവും വലിയ കൂടുതൽ ഭീകരന്മാരെ സൃഷ്ടിക്കുന്ന IS പോലെയുള്ള ഭീകരന്മാരെ സൃഷ്ടിക്കുന്നത് ഇടമായി ഇറാഖ് മാറി. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം അവിടെ നിന്നു. അമേരിക്കയ്ക്ക് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നു. അവിടെ അരക്ഷിതാവസ്ഥയും അരാജകാവസ്ഥയും സൃഷ്ടിച്ചു. പിന്നെ ലിബിയയിൽ അവർ പോയി. എന്തിന് 1955 മുതൽ 75 വരെ വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിൽ ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരെ കുരുതി കൊടുത്തു. എന്ത് സംഭവിച്ചു? അവസാനം പരാജയപ്പെട്ട് ഓടേണ്ടി വന്നു. ഇതാണ്, അതായത് അമേരിക്കയുടെ, നമ്മൾ ട്രംപിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ ട്രംപ് എന്ന് പറയുന്ന നേതാവിൻ്റെ പോളിസി ഇല്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അമേരിക്ക പിന്തുടരുന്നത് ഈ സാമ്രാജ്യത്വ വിദേശ നയമാണ്. സാമ്രാജ്യത്വ വിദേശ നയത്തിൻ്റെ ഒരു കാര്യം, ചിലപ്പോഴെങ്കിലും അവർ ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ഫോളോ ചെയ്യും. ചിലപ്പോഴെങ്കിലും അവരുടെ ആവശ്യത്തിനെങ്കിലും ഒരു ചട്ടപ്രകാരമുള്ള ലോകക്രമം അവർ ഫോളോ ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഈ ചട്ടങ്ങളെ മുഴുവൻ, അതായത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും എല്ലാ അന്തർദേശീയ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുകയും ഇഷ്ടപ്രകാരമുള്ള ലോകക്രമം, ട്രംപിന് ഇഷ്ടപ്രകാരമുള്ള ഒരു ലോകക്രമത്തെ, അതായത് ഞാൻ തീരുമാനിക്കുന്നതാണ് ലോകക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടോ? ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയില്ല. പിന്നെ ഈ WTO എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയെ നിയമിക്കാത്തതുകൊണ്ട് WTOയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. WHO നിന്ന് പിന്മാറി. 66 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നാണ് പിന്മാറിയത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വേണ്ട, ഐക്യരാഷ്ട്ര സംഘടന വേണ്ട, ഞാൻ തീരുമാനിക്കുന്ന ബോർഡ് ഓഫ് പീസ് മതി എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് ഓഫ് പീസിനെ സൃഷ്ടിക്കുകയും, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം ഗാസയുടെ കാര്യമാണ് തീരുമാനിക്കാൻ പോകുന്നത്, പിന്നെ ലോകത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി വെച്ച സമാധാന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ ട്രംപാണ് ലോകത്ത് 2025 7 യുദ്ധങ്ങൾ നടത്തി. ഇപ്പോൾ ഈ ജനുവരി മാസം 28-ാം തീയതി ജനുവരി മാസം 3-ാം തീയതി വെനസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി. ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ്റെ 49ഓളം അവരുടെ പരമോന്നത നേതാവായ ഉൾപ്പെടെയുള്ള 49ഓളം പേരെ വധിച്ചു. ഇപ്പോൾ ഇന്ന് പറയുകയാണ് ഞാൻ അടുത്തത് ക്യൂബയിലാണ് എന്ന് പറഞ്ഞാൽ, ജനുവരിയിൽ വെനസ്വേല, ഫെബ്രുവരിയിൽ ഇറാൻ, മാർച്ചിൽ ക്യൂബ, പിന്നെ മെക്സിക്കോ, കൊളംബിയ, ഈ തരത്തിൽ ലോകത്തെ അപകടത്തിലാക്കുന്ന, അരാജകാവസ്ഥയിലാക്കുന്ന, സംഘർഷത്തിലാക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ശ്രീ മേരി ജോർജ് വളരെ വിശദമായി മലയാളികളും കേരളവും നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ കാണേണ്ട കാര്യം, അതായത് അമേരിക്കയിലെ അടുക്കള മുതൽ ഇന്ത്യയിലെ അടുക്കള വരെ സംഘർഷമുണ്ടാക്കിയ ഒരു നമ്മൾ സാധാരണ പറയും ഹീസ് എ വാർ ക്രിമിനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം യാതൊരു നിയമങ്ങളും പാലിക്കാതെ പെട്ടെന്നാവുന്ന 7-ാം നാൾ നമുക്ക് 60 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അധികമായി പോകുന്നെങ്കിൽ അത് ചെറിയ ഇമ്പാക്റ്റ് അല്ലല്ലോ.